നമ്മളിത് കേട്ട് കേട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സ് കല്ലായിട്ട് മാറിയേക്കാണ്. സോ അതുകൊണ്ട് എന്ത് വന്നാലും ഇപ്പം നേർക്ക് നേരെ ഒരാൾ വന്ന് തല്ലിക്കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. പക്ഷെ ഈ പറയുന്നതൊന്നും എന്നെ തളർത്തുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നവരെല്ലാവരും വന്ന് എന്നെ അടിക്കണം അല്ലെങ്കിൽ ഞുള്ളിപ്പറിക്കണം, അതേ എനിക്ക് വേദനിക്കത്തുള്ളൂ. എന്നൊരു മട്ടാണ് ഞാൻ. മാനസികമായിട്ട് ഞാൻ തളർത്താൻ പറ്റില്ല. മാനസികമായിട്ട് ഒരു രക്ഷയില്ലപ്പാ, തളർത്താൻ പറ്റത്തില്ല. അത് രേണു തന്നെ എടുത്തൊരു തീരുമാനമാണ്. ഞാൻ എടുത്ത തീരുമാനമാണെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ എടുത്ത തീരുമാനമാണെങ്കിൽ പോലും ഞാൻ എന്താ പറയുക, ഈ വന്ന അനുഭവങ്ങളിലൂടെ ഞാൻ തന്നെ കരുത്ത് ആർജിച്ചാണ്. എന്തോ ഒരു ഉള്ളിലൊരു ശക്തി. ഈ പറഞ്ഞ ഒരു വർഷം ആവുന്നുള്ളൂ ഈ പറഞ്ഞൊരു മാറ്റം രേണു സംഭവിച്ചു. 6 മാസം 6 മാസമേ ആവുന്നുള്ളൂ ശരിക്കും അല്ലേ? 7 മാസത്തോളം ആവുന്നുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, രേണു ഇപ്പോൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ ജീവിക്കാൻ കൊതിച്ചൊരു ജീവിതത്തിലൂടെയാണ് രേണു ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും ഇങ്ങനൊരു ജീവിതം ഞാൻ കൊതിച്ചിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം സുധിച്ചേട്ടൻ്റെ വേർപെടൽ പെട്ടെന്നുള്ള അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നൊരു സാധനമല്ലായിരുന്നു. പക്ഷേ എന്തായാലും മനുഷ്യനാണ്, എന്തായാലും മരിക്കണം, ജനിച്ചാൽ ഒരിക്കൽ മരണം. എന്തായാലും ഇപ്പം ഞാനാണ് നാളെ നിമിഷം ഉണ്ടാവുന്നു ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഇങ്ങനൊരു ജീവിതം ആഗ്രഹിച്ചിട്ടില്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഒരു ഒഴുക്കിനനുസരിച്ച്, എന്നും പറയുന്ന പോലെ ഒരു ഒഴുക്കിനനുസരിച്ച് വന്ന ഒരാളാണ്. പിന്നെ ഇനി മുന്നോട്ട് പോവുക തന്നെ പറ്റത്തുള്ളൂ. നനഞ്ഞിറങ്ങി ഏതായാലും കുളിച്ച് കയറുക എന്നുള്ളൊരു മട്ടം ഉണ്ടല്ലോ. സോ അതാണിപ്പോൾ എൻ്റെ ഒരു